ഹായ്, എല്ലാവർക്കും CIT സമഗ്രയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ദ്വീപുകളാണ് പറയുന്നത്. കേരളത്തിനടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? അത് വയനാട്ടിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവാ ദ്വീപ്. കുറുവാ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതാണ്? അത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ്. കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ പേരാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപാണ് കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാൻ എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അതാണ് മൺട്രോ തുരുത്ത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത്. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാന ദ്വീപുകള്. ഒന്നുകൂടി പറയാം. കേരളത്തിനടുത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? അത് കുറുവാ ദ്വീപ്. വയനാട്ടിലെ കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കുറുവാ ദ്വീപാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപ്. കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊച്ചി കായലിന് ആഴം കൂട്ടാനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ച് നിർമ്മിച്ച ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. വെല്ലിംഗ്ടൺ ദ്വീപിന്റെ ശില്പിയാണ് ആരാണ്? അത് റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ ആണ് വെല്ലിംഗ്ടൺ ദ്വീപിന്റെ ശില്പി. റോബർട്ട് ബ്രിസ്റ്റോ ആണ് വെല്ലിംഗ്ടൺ ദ്വീപിന്റെ ശില്പി. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറും ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ പേരാണ് മൺട്രോ തുരുത്ത്. ഏതാണ്? മൺട്രോ തുരുത്ത്. ഇനി പ്രധാന ദ്വീപുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും പറയാം. ആദ്യം എറണാകുളം ജില്ലയിലുള്ള ദ്വീപുകളുടെ പേര് പറയാം. വൈപ്പിൻ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, രാമൻ തുരുത്ത്, നെടുങ്കാട്, ഗുണ്ടു ദ്വീപ്, വെണ്ടുരുത്തി ദ്വീപ്. ഈ ദ്വീപുകളൊക്കെ ഏത് ജില്ലയിലുള്ളതാണ്? എറണാകുളം ജില്ലയിലെ ദ്വീപുകളാണ്. ഒന്നുകൂടി പറയാം. വെണ്ടുരുത്തി ദ്വീപ്, ഗുണ്ടു ദ്വീപ്, നെടുങ്കാട്, രാമൻ തുരുത്ത്, വെല്ലിംഗ്ടൺ, വൈപ്പിൻ. ഈ ദ്വീപുകളൊക്കെ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ ദ്വീപുകളാണ്. മൺട്രോ തുരുത്ത് ഏത് ജില്ലയിലാ? കൊല്ലം ജില്ലയിലെ ദ്വീപാണ് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ്. മരക്കുന്നം ദ്വീപ് ആണെങ്കിലോ? മരക്കുന്നം ദ്വീപ് അത് തിരുവനന്തപുരം ജില്ലയിലെ ദ്വീപാണ് മരക്കുന്നം ദ്വീപ്. പരുമല ദ്വീപ് ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ദ്വീപാണ് പരുമല ദ്വീപ്. അപ്പൊ വൈപ്പിൻ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, രാമൻ തുരുത്ത്, നെടുങ്കാട്, ഗുണ്ടു ദ്വീപ്, വെണ്ടുരുത്തി ഇതൊക്കെ എറണാകുളം ജില്ലയിലെ ദ്വീപാണ്. താങ്ക് യു.